ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഫ്രൈഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഇതുപോലെ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇവിടെ ചുഴലിക്കാറ്റൊക്കെ വന്ന ദിവസമാണ്. ഫിൻജാൽ ചുഴലിക്കാറ്റ് എന്നാണ് കേട്ടോ ഈ വർഷത്തെ കാറ്റിൻ്റെ പേര്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ സേഫായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ചുഴലിക്കാറ്റിൽ താഴത്തെ വീട്ടിൽ വെള്ളമൊക്കെ കയറി. ഞാൻ പഴയ നമ്മുടെ ചാനലിലൊക്കെ വ്ളോഗ് ഇട്ടിട്ടുള്ളതായിരുന്നു. ഇത്തവണ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരേ കണക്കിന് മഴയായിരുന്നു അന്നത്തെ ദിവസം. 2-3 ദിവസം മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. വേറെ നമുക്ക് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ എല്ലാവരും സേഫായിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ചെന്നൈയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സേഫായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. 8:30 ആയി കേട്ടോ. കാരണം മഴ കാരണം കൊണ്ട് ആമിക്ക് സ്കൂളിൽ ലീവൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനും വർക്ക് ഫ്രം ഹോം പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. മാത്രമല്ല തലേ ദിവസം നമ്മൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതൊക്കെ കാരണം കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി. അമ്മ തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ബണ്ണിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലയിലിടുന്നില്ലേ ബണ്ണ്, അതമ്മ മെഷീനിൽ തയ്ച്ചതാണ്. പണ്ടമ്മ ഒരുപാട് ഇങ്ങനെ ബണ്ണൊക്കെ തയ്ക്കുമായിരുന്നു. അങ്ങനെ ഇത്തവണ കുറച്ച് തയ്ച്ചിട്ട് കൊണ്ടുവന്നതാണ്. വീട്ടിൽ നാത്തൂനും ഒക്കെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തില്ല, ഇന്നാണത് എടുക്കുന്നത്. അങ്ങനെ ആമിക്കും എനിക്കും കൂടി അത് വെച്ച് തലയൊക്കെ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് തലയൊക്കെ കെട്ടി. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല മഴയല്ലേ, ഈ മഴയത്ത് നല്ല ചൂട് കട്ടൻ കുടിക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. അങ്ങനെ കട്ടനൊക്കെ കുടിക്കുന്നുണ്ട്. സ്വെറ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. പിന്നെ അതുപോലെ തന്നെ തറയിൽ തൊടാനായിട്ട് പറ്റുന്നുണ്ടായില്ല, ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെരുപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വീട്ടിനുള്ളിലെ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് യാത്ര ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടായില്ല. കാരണം റെഡ് അലേർട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ വന്നിട്ട് ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ വീട്ടിലുള്ള പലചരക്ക് സാധനങ്ങളും അതുപോലെ തന്നെ പച്ചക്കറിയും എല്ലാം ഞങ്ങളൊരു 3-4 ദിവസം മുന്നേ തന്നെ മേടിച്ച് വെച്ചു. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. താഴെ അനിയൻ്റെ വീട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴത്തേനാണ് വെജിറ്റബിൾസ് എടുക്കുന്നത്. അപ്പോൾ ഈ വീക്കിൽ തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ പോയിട്ട് എടുത്തായിരുന്നു. മഴയുടെ കാര്യം, കാറ്റിൻ്റെ കാര്യമൊക്കെ നേരത്തെ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് കൊണ്ട്. പിന്നെന്താ, ഞങ്ങൾ സേഫായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇരുന്നത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. കുറച്ച് മാവ് ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നല്ല ജീരകവും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൈ കൊണ്ടാണ് പരത്തുന്നത്, നല്ല ടേസ്റ്റാണ്. കുറച്ചൊന്ന് കട്ടി കൂട്ടിയാണ് നമ്മൾ പരത്തേണ്ടത്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ തേങ്ങയൊന്നും ഇട്ടില്ല, വെറുതെ ഇങ്ങനെ കറിവേപ്പിലയും ജീരകം മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, നല്ല ജീരകം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ പുതിനയിലേക്ക് ഒന്ന് തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൻ്റെ മേലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പുതിനയില ഇങ്ങനെ തണ്ടിങ്ങനെ മാറ്റിയിട്ട് ലീഫൊക്കെ എടുത്തിട്ട് തണ്ട് മാത്രമായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് തളിരിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല മഴയാണ്. അതുകൊണ്ടാണ്, നല്ല തണുപ്പ് കാരണം കൊണ്ടാണ് പുതിന വളർന്ന് കിട്ടിയത്. ഇല്ലെങ്കിൽ കിട്ടത്തില്ല, പെട്ടെന്ന് അഴുകി പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് പാത്രം കഴുകുക എന്നുള്ളത്. 3 പേരുള്ളൊരു വീട്ടിൽ ഇത്രയും പാത്രങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്. എൻ്റെ വീട്ടിലെ അമ്മയും ഇതേ ഡയലോഗാണ് പറയുന്നത്. എനിക്കറിയാവുന്നുള്ള ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാത്രം കഴുകുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണത്രേ. അതും മാത്രമല്ല, നമ്മൾ 1-2 പേരേ ഉള്ളൂ എങ്കിലും പാത്രങ്ങൾ ഇഷ്ടംപോലെ അങ്ങോട്ട് കൂടി വരും.
പിന്നെ അപ്പോൾ തന്നെ കഴുകി വെക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. എന്നാലും ചില നേരത്ത് ഭയങ്കര മടി തോന്നും കഴുകിയെടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ചിന് നെത്തോലിയുടെ ഉണക്കമീൻ കറിയും അതുപോലെ തന്നെ ഈ ഒരു ഉള്ളിപ്പൂവ് തോരനും രസമാണ് വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് കറണ്ട് കാണത്തില്ലെന്ന്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും പകൽ സമയത്ത് ഇടയ്ക്കൊക്കെ വിട്ട് ഇങ്ങനെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇൻവെർട്ടർ ഉള്ള കാരണം കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയുടെ ക്ലാരിറ്റിക്ക് ഒരു പ്രശ്നം വരും. ഇൻവെർട്ടറിൻ്റെ വെട്ടത്തിലുള്ള ആ ഒരു ചെറിയ ബൾബിലുള്ള വെളിച്ചം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നെത്തോലിയുടെ ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മണ്ണ് കാണും. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കറി വെക്കേണ്ടത്. ഞാനിന്നിപ്പോൾ ചെന്നൈ സ്റ്റൈലിലാണ് കറി വെക്കുന്നത്. മുന്നത്തെ ഏതോ ഒരു വ്ളോഗിൽ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇത്തവണ ഞാൻ വലുതായിട്ട് ഷെയർ ചെയ്യുന്നില്ല. പിന്നെ ഈ കറിക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ ചെറിയ ഉള്ളി ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ടിട്ട് ചെറിയ ഉള്ളി പൊളിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉള്ളിപ്പൂവ് ഞങ്ങൾ മിക്കവാറും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുട്ടയും കൂടെ ചേർത്തിട്ട് തോരൻ വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒന്ന് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ചിലർക്കെങ്കിലും അറിയാത്തവർ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലാണ് ഇത്. പൊരിയലെന്നാണ് പറയുന്നത്. തോരന് പൊരിയലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിപ്പൂവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നാട്ടിൽ എൻ്റെ അമ്മയാണെങ്കിൽ സവോളയും കൂടി ഇട്ടിട്ടാണ് ഉള്ളിപ്പൂവൊക്കെ തോരൻ വെക്കുന്നത്. ഇത് ശരിക്കും ഒരു കെട്ട് പൂവാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. പക്ഷേ 2 കെട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ചേ കാണുള്ളൂ. നമ്മളിപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം കൂടുതൽ തന്നെ കാണും കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനായിട്ട് കറക്റ്റായിരിക്കും. ആമിക്കിത് മുന്നേ കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിന് ശേഷം അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മേടിക്കാറുണ്ട്. നല്ലതാണല്ലോ, സ്പ്രിംഗ് ഓണിയൻ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഒരേ സമയം 2 അടുപ്പത്ത് ഞാൻ കറികൾ വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പണികളാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കാരണം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചാലും ലഞ്ച് കൃത്യമായിട്ട് നമുക്ക് 1 മണിക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞങ്ങൾ സാധാരണ ഹസ്ബൻഡിന് ഓഫീസുള്ള ദിവസങ്ങളിലാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയ കാരണം കൊണ്ട് സാധാരണ ഞങ്ങൾ 12:30 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലേറ്റായി കാരണം കൊണ്ട് എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ 1 മണിക്കാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഞാൻ കടുകൊക്കെ താളിച്ചതിന് ശേഷം ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളിപ്പൂവ് മറ്റേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ തേങ്ങ ഒന്ന് ചിരകുന്നുണ്ട്. എനിക്ക് ഭയങ്കര മടിയാണ് തേങ്ങ ചിരകാനായിട്ട്. ഞാൻ വളരെ കുറച്ച് മാത്രം തേങ്ങ ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ അമ്മയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. മാത്രമല്ല ഞാൻ മടിച്ചു ആയ കാരണം കൊണ്ട് അങ്ങനെ തേങ്ങയിലുള്ള കറികളൊന്നും തന്നെ വെക്കാറില്ല കേട്ടോ. കൂടുതലും തേങ്ങ ഇല്ലാത്ത കറികൾ വെക്കാനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇത്തവണ നമുക്ക് ഉള്ളിപ്പൂവ് തോരനായ കാരണം കൊണ്ട് തേങ്ങ ഇട്ടാലേ ഇത് ടേസ്റ്റ് കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും ചിരകി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് കടഞ്ഞൊഴിച്ചതിന് ശേഷം ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. പെട്ടെന്ന് കഴിയും. കടുക് താളിച്ചിട്ട് ഉള്ളിപ്പൂവ് ഇടുക. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളിപ്പൂവ് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഈ മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കി എടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് തേങ്ങയും കൂടെ ചിരകി എടുത്താൽ മതി. അത്രയാണ് പരിപാടി. ഭയങ്കര ഈസിയാണ്, പക്ഷേ അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഉണക്കമീൻ്റെ കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഉള്ളിപ്പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് കുറച്ച് വെള്ളരിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന്. ഇത് നാടൻ വെള്ളരിക്കയാണ്, ഓർഗാനിക് കുക്കുംബറാണ്. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. വെറും വയറ്റിലൊന്നും കുടിക്കണ്ട. നമ്മൾ ലഞ്ചിന് മുമ്പോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് തൊട്ടടുത്തോ ഒക്കെ നമുക്കിത് കഴിക്കാം. അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം കഴിച്ചാലും മതി, വെറും വയറ്റിൽ വേണ്ട. അപ്പോൾ ഇത് നാടൻ വെള്ളരിക്കയാണ്. ഇവിടെ നമ്മുടെ തമിഴിൽ ഇതിനെ നാട്ടുവെള്ളരി എന്നാണ് പറയുന്നത്. അതങ്ങനെ പറഞ്ഞ് മേടിച്ചതാട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കൊണ്ട്
നമുക്ക് എന്താ കിഡ്നിയൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നത് കുറച്ചൊന്ന് ഈസി ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയറിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും അത്രേ. അപ്പോൾ ഈ ഒരു വെള്ളരിക്ക ഈ ഒരു പേര് പറഞ്ഞ് തന്നെ മേടിച്ചിട്ട് നമ്മളിത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ മഴയായ കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇത് കഴിക്കുന്നില്ല കേട്ടോ. കാരണം തണുപ്പാണ്, നല്ല കോൾഡുള്ള സമയത്തൊന്നും കഴിക്കാനായിട്ട് പാടില്ല. സാധാരണ വെയിലുള്ള സമയത്താണ് കുടിക്കേണ്ടത്. ഹസ്ബൻഡിന് ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായിട്ട് ജ്യൂസർ മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രാൻഡിലുള്ള ജ്യൂസർ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. മേടിക്കുന്നെങ്കിൽ അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജ്യൂസൊക്കെ അടിച്ചെടുക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ ഒരു ജ്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഈസി ആയിരിക്കുമല്ലോ, പെട്ടെന്ന് നമുക്ക് ചെറുക്കാൻ ചട്നിയൊക്കെ അരയ്ക്കാനും ഒക്കെ നമുക്കൊന്ന് ഈസി അല്ലേ. അതുകൊണ്ട് മേടിക്കാനൊരു ഉദ്ദേശമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കമീനിൻ്റെ കറി റെഡിയാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനുണ്ട് ഞാൻ കുഴമ്പ് മുളക് പൊടി ഇടാനായിട്ട് എടുത്തപ്പോഴത്തേക്കും അത് തീർന്നു പോയിരിക്കുകയാണ്. പിന്നെ അതൊക്കെ ഒന്ന് പുതിയ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് പാകത്തിന് ഞാൻ ചേർത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്ത് ഭയങ്കര മഴ നടക്കുകയാണ്, ഭയങ്കര മഴയാണ് പുറത്ത്. നമുക്ക് ഈ ഒരു മഴ സമയത്തുണ്ടല്ലോ ഭയങ്കര മടിയായിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെയാണ് പൊതുവേ. എനിക്ക് മഴ സമയത്ത് ജോലി ചെയ്യാനൊന്നും തോന്നത്തില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര എനർജി ഉള്ളൊരു ദിവസമായിരുന്നു. കാരണം തൊട്ട് മുന്നത്തെ 2 ദിവസവും വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ചുമ്മാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബോറടിക്കും. അതുകൊണ്ട് ഹസ്ബൻഡും വർക്ക് ഫ്രം ഹോം ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പണികളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുപ്പത്ത് ഇതൊക്കെ വെച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല തകർപ്പൻ മഴയാണ്. കാറ്റ് കണ്ടോ, ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് കാറ്റ് കരയ്ക്ക് അടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വലുതായിട്ട് കാറ്റ് വീശിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഭയങ്കര കാറ്റായിരുന്നു. തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലുള്ള ഷീറ്റൊക്കെ പറന്നുപോയി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്തവണ നമുക്ക് അത്രയ്ക്കും ഒന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാറ്റിൻ്റെ ശക്തി കുറവായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തേക്ക്. ഞാൻ എന്തായാലും വീഡിയോ എടുക്കണമെന്ന് ആദ്യം കരുതിയില്ല. പിന്നീടാണ് എന്നോട് ഹസ്ബൻഡാണ് എന്നെ ഓർമ്മിപ്പിച്ചത് വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട്. കാരണം ഇതൊക്കെ ഓരോ ഓർമ്മകളല്ലേ. പോയ വർഷവും നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വ്ളോഗ് പോലും എടുക്കണമെന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ലേറ്റായിട്ടാണ് വ്ളോഗൊക്കെ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആമി ഇവിടെ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കളറും കാര്യങ്ങളൊക്കെ അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ അതിൽ അവളുടെ ട്രെയിൻ ബെഡിൽ പോയിരുന്നിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അത് കാണിച്ചൊക്കെ തന്നു. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ടൈം ആയിട്ടില്ല. 12:30 ആയപ്പോൾ തന്നെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ബെഡൊന്ന് ഒതുക്കിയിടാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നേരെ കിച്ചണിലോട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ബെഡൊന്ന് ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം ഒരു തവണ ഞാനൊന്ന് അടിച്ച് വാരിയതാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് എന്തായാലും ഒന്ന് അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഭക്ഷണം കഴിക്കുകയുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ ചെറിയ റൂമിൽ ഈ ഒരു ചെറിയൊരു റാക്ക് വെച്ചിട്ടില്ലേ, ഈ ഒരു തടിയിലുള്ളത്, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പോർഷനിൽ കുറച്ച് ചെരുപ്പുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും വെള്ളം നനയാൻ പാടില്ലാത്ത ചെരുപ്പുകളാണ്. ഷൂസും അങ്ങനത്തെ ടൈപ്പൊക്കെയാണ്. ഷൂ ഒക്കെ ക്ലോത്തിലുള്ളതാണ്. നമ്മൾ ഈ റീസെൻ്റായിട്ട് മേടിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് റൂമിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മഴ നനയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. ഹസ്ബൻഡും മോളും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ജനൽ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചോറൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ ഞാൻ എന്തായാലും ഈ ഒരു ജനലിൻ്റെ സൈഡിൽ വന്ന് ഇരിക്കുകയാണ്. സാധാരണ ഈ ടേബിളിലിരുന്ന് അങ്ങനെ കഴിക്കാറില്ല ഞങ്ങൾ, പക്ഷേ ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു. നാട്ടിലെ അമ്മയൊക്കെ ഒന്ന് ഫോൺ ചെയ്തു. ഇന്നിപ്പം ഞങ്ങൾ ഉച്ചമയക്കമൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. മെയിനായിട്ട് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും എനിക്ക് കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് ഓർത്തു. അങ്ങനെ മടക്കി കൊണ്ട് വന്നപ്പോഴത്തേക്കൊണ്ട് ഹസ്ബൻഡിൻ്റെ ഈ ഒരു ചെറിയ ഷെൽഫിലാണെങ്കിൽ എല്ലാം വലിച്ചേറിയിട്ടേക്കാണ്. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ എത്ര അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഓരോന്നായിട്ട് വലിച്ചെടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഇതായി പോവും. പിന്നെ ഞാൻ അടുക്കി പെറുക്കി വയ്ക്കുക. അതുകൊണ്ട് ഞാൻ മാസത്തിൽ ഒരു തവണ മാത്രമേ ഈ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്യുള്ളൂ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ടീഷർട്ട്സ് എല്ലാം നന്നായിട്ടൊന്ന് മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 4 മണി ആയപ്പോഴത്തേക്കും ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട. അപ്പോൾ എന്തായാലും മഴയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മുന്നേയൊക്കെ ഡെയിലി ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് സ്നാക്സൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മോൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ, എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ. അതുകൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് അരിമാവൊന്നും അരച്ചിട്ടില്ല, വെറും ഉഴുന്ന് മാത്രമാണ് അരച്ചേക്കുന്നത്. മിക്സിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരാളിന് 3 എണ്ണം എന്നുള്ള കണക്കിന് 3 പേർക്ക് 9 എണ്ണം കണക്കിനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉഴുന്നുവട. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ കട്ടൻ്റെ കൂടെ ഉഴുന്നുവടയാണ് കഴിച്ചത് അന്നത്തെ ദിവസം. പുറത്ത് ഭയങ്കര മഴയാണ്. മഴ ഇങ്ങനെ തോരാതെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ, തോരുന്നതേ ഇല്ല. അങ്ങനത്തെ മഴയാണ്. ഭയങ്കരമായിട്ട് കറുത്തിരണ്ട് കോളും കാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും വീണ്ടും മഴ തന്നെയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വിളക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും, എത്ര ബിസിയാണെന്നുണ്ടെങ്കിലും വൈകുന്നേരവും രാവിലെയും വീട്ടിൽ വിളക്ക് വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ. എനിക്ക് പറ്റാത്ത ദിവസങ്ങളാണെങ്കിൽ ഹസ്ബൻഡ് അത് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.